എല്ലാവർക്കും ത്രീ കിങ്സിന്റെ പുതിയൊരു LSS വീഡിയോയിലേക്ക് സ്വാഗതം. പരിസര പഠനം യൂണിറ്റ് 4. ഏറ്റവും വലിയ പക്ഷിക്കൂട് വീവർ പക്ഷിക്കൂട്. ദക്ഷിണാഫ്രിക്കയിലാണ് വീവർ പക്ഷിക്കൂട്. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. കേരളത്തിൽ വനമില്ലാത്ത ജില്ല ഏത്? കേരളത്തിൽ വനമില്ലാത്ത ജില്ല ആലപ്പുഴ. ഏറ്റവും ചെറിയ ജില്ലയും ആലപ്പുഴയാണ്. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. വിനോദത്തിനായി വളർത്തുന്ന പക്ഷികൾ ഏതെല്ലാം? വിനോദത്തിനായി വളർത്തുന്ന പക്ഷികൾ തത്ത, മൈന, ലവ് ബേഴ്സ്. ലോക അങ്ങാടിക്കുരുവി ദിനം മാർച്ച് 20. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കടലുണ്ടി പക്ഷി സങ്കേതം കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ടാണ് കടലുണ്ടി പക്ഷി സങ്കേതം. മുമ്പോട്ടും പുറകോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ്. പക്ഷി സംരക്ഷണ കേന്ദ്രമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്ന നവംബർ 12 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ സലീം അലി. നമ്മുടെ സംസ്ഥാന പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ ദേശീയ പക്ഷി മയിൽ. അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. കേരളത്തിലെ ഏക മയിൽ സങ്കേതം എവിടെയാണ്? ചൂലന്നൂർ. ആർട്ടിക് ടേൺ ദേശാടനം നടത്തുമ്പോൾ വഴി അറിയുന്നത് എങ്ങനെയാണ്? പകൽ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളെയും നോക്കിയാണ് ദിശ അറിയുന്നത് ആർട്ടിക് ടേൺ. പക്ഷികൾ ദേശാടനം നടത്തുന്നത് എന്തിനാണ്? ഭക്ഷണം, പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടൽ, പ്രജനനം എന്നീ ആവശ്യങ്ങൾക്കായി. തേൻകുരുവിക്ക് ആഹാര സമ്പാദനത്തിനായി സഹായിക്കുന്ന ശാരീരിക പ്രത്യേകതകൾ. തേൻകുരുവിക്ക് ചെറിയ കുഴലാകൃതിയിൽ നീണ്ടുവളഞ്ഞ കൊക്ക്, വായുവിൽ പറന്നു നിന്നുകൊണ്ട് തേൻ കുടിക്കാൻ കഴിയുന്നു. ചെറിയ കുഴലാകൃതിയിൽ നീണ്ടുവളഞ്ഞ കൊക്കുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മണ്ണിൽ തല പൂഴ്ത്തുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. താമരക്കോഴിയുടെ ആഹാര സമ്പാദനം എളുപ്പമാക്കുന്ന ശാരീരിക പ്രത്യേകത. താമരക്കോഴിക്ക് നീണ്ട വിരലുകൾ. മോതിരത്തത്തയുടെ ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാം? മോതിരത്തത്ത കൂർത്തു വളഞ്ഞ നഖങ്ങളോട് കൂടിയ മുന്നിലേക്കും പിന്നിലേക്കുമുള്ള വിരലുകൾ. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് കുരുവിയുടെ പതനം. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. വംശനാശ ഭീഷണി നേരിടുന്ന ഏതു പക്ഷിയെ സംരക്ഷിക്കാനാണ് വനം വകുപ്പ് കൂടൊരുക്കുന്നത്? അങ്ങാടിക്കുരുവി. പക്ഷി ലോകത്തെ പോലീസ് കാക്കത്തമ്പുരാട്ടി. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ആൽബട്രോസ്. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങയാണ് കർഷകന്റെ മിത്രം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ നൂറനാട്. പക്ഷിഗ്രാമം നൂറനാട്.
കേരളത്തിലെ പക്ഷികൾ ആരുടെ ഗ്രന്ഥമാണ്? കേരളത്തിലെ പക്ഷികൾ ആരുടെ ഗ്രന്ഥമാണ്? കെ നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്ന കെ നീലകണ്ഠന്റെ പുസ്തകം. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ പക്ഷി മനുഷ്യൻ കെ നീലകണ്ഠൻ. കെ നീലകണ്ഠനാണ് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയുടെ രാജ്യം ഏത്? ഡോഡോ പക്ഷിയുടെ രാജ്യം മൗറീഷ്യസ്. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. പെൻഗിനുകളെ കാണപ്പെടുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് പെൻഗിനുകളെ കാണപ്പെടുന്നത്. അന്റാർട്ടിക്ക. കാൽപാദത്തിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി പെൻഗ്വിൻ. ന്യൂസിലൻഡിൽ കാണപ്പെടുന്ന പറക്കാൻ കഴിയാത്ത പക്ഷി കിവി. മണൽ കോഴിയുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം? മണൽ കോഴിയുടെ അനുകൂലനങ്ങൾ: ജലാശയങ്ങളിലെ ചെളി, മണൽ എന്നിവയിൽ നിന്ന് ചെറുജീവികളെ പോലും കൊക്കുപയോഗിച്ച് കൊത്തിയെടുക്കാൻ കഴിയുന്നു. ജലാശയങ്ങളിലെ ചെളി, മണൽ എന്നിവയിൽ നിന്നും ചെറുജീവികളെ പോലും കൊക്കുപയോഗിച്ച് കൊത്തിയെടുക്കാൻ കഴിയുന്നു. കാട്ടുതാറാവിന്റെ അനുകൂലനങ്ങൾ എന്തെല്ലാം? കാട്ടുതാറാവിന്റെ അനുകൂലനങ്ങൾ: പറക്കുമ്പോൾ മാത്രം വിരിയിക്കാൻ കഴിയുന്ന ചിറകുകൾ, പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വെക്കാൻ കഴിയുന്നു, ഇരുവശവും ഉള്ള കൂർത്ത ശരീരാകൃതി വായുവിലൂടെ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കുന്നു. പറക്കുമ്പോൾ മാത്രം വിരിയിക്കാൻ കഴിയുന്ന ചിറകുകൾ, പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വെക്കാൻ കഴിയുന്നു, ഇരുവശവുമുള്ള കൂർത്ത ശരീരാകൃതി വായുവിലൂടെ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കുന്നു. മോതിരത്തത്തയുടെ അനുകൂലനങ്ങൾ: വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പുകളിൽ ബലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നു. വളഞ്ഞ നഖങ്ങൾ ചരിഞ്ഞ കമ്പിലും വീഴാതെ പിടിച്ചിരിക്കുവാൻ സഹായിക്കുന്നു. മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കാനും കഴിയുന്നു. ഒറ്റയ്ക്ക് നിർമ്മിക്കുന്ന പക്ഷിക്കൂടുകളിൽ ഏറ്റവും വലുത് ഏത്? ഒറ്റയ്ക്ക് നിർമ്മിക്കുന്ന പക്ഷിക്കൂടുകളിൽ ഏറ്റവും വലുത് ബാൾഡ് ഈഗിൾ പക്ഷിക്കൂട്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്നത് പൊന്മാൻ. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക്. സമാധാനത്തിന്റെ പ്രതീകം ഏത് പക്ഷിയാണ്? പ്രാവ്. സമാധാനത്തിന്റെ പ്രതീകം പ്രാവ്. പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ഉദാഹരണം: എമു ഒട്ടകപ്പക്ഷി, കിവി, പെൻഗ്വിൻ. കരയിൽ ഇര തേടാത്ത പക്ഷി താമരക്കോഴി. ബോണസ് ക്വസ്റ്റ്യൻ: കൂട്ടമായി കഴിയാൻ ഇഷ്ടമല്ലാത്ത പക്ഷി. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യൂ.